ഹായ് വെൽക്കം ബാക്ക് ടു ലോൺലി ലുണാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ക്രിസ്മസ് എക്സാം റിസൾട്ടാണ് റിവീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ എൻ്റെ ഓണം എക്സാമിൻ്റെ റിസൾട്ടും ചെയ്യുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ ഞാൻ എൻ്റെ മാർക്സ് റിവീൽ ചെയ്യാം. അപ്പോൾ ഞാൻ കുറവെന്ന് കൂട്ടിലേക്ക് അങ്ങനെയൊന്നുമല്ല, ഞാൻ റാൻഡമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സുവോളജിയാണ്. സുവോളജിയിൽ എനിക്ക് 30ൽ 28ആണ്, 27 28ആക്കിയിട്ടാണ് ഇതിലിടുക, പ്രോഗ്രസ്സിലിടുക. ഇവിടെ 24 എന്നാണ് കാണുന്നത്, ഇവിടെ കൂട്ടി ഇട്ടിട്ടുണ്ട് 27. അപ്പോൾ സുവോളജിയിൽ 28. അപ്പോൾ ഇതെനിക്ക് കുഴപ്പമില്ല. സുവോളജിയും ബോട്ടണിയും കൂടി ഒരു രാത്രി കൊണ്ട് പഠിച്ചതാണ്. 5 ദിവസം സമയം കിട്ടിയെങ്കിലും ഒന്നും പ്രത്യേകിച്ച് ആ ഫിസിക്സ് കാരണം കൊണ്ടൊരു പിന്നെ അവസാനത്തെ എക്സാമും ആവാറായി. ടൈം ടേബിളാണെങ്കിൽ ഒട്ടും ഒരു നല്ല ടൈം ടേബിളല്ല. അപ്പോൾ അവസാനം ആകുമ്പോഴേക്കും നമുക്ക് മതിയായി, എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതിയെന്നായി, പഠിക്കാൻ തന്നെ തോന്നുന്നുണ്ടായില്ല. അപ്പോൾ ആ ഒരു നിലയ്ക്ക് എനിക്ക് ഓക്കെ ആയിട്ടാണ് ഇപ്പോൾ മാർക്സ് തോന്നുന്നത്. പിന്നെ മാത്സ് പിന്നെ അറിയാമല്ലോ എങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്ന്. അപ്പോൾ എനിക്കും അതേപോലെയാണ്, വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. 30ന് മുകളിൽ കിട്ടിയാൽ മതി എന്നായിരുന്നു എനിക്ക് എന്താ വെച്ചാൽ ഞാൻ അത്രയ്ക്കാണ്. ഞാൻ എക്സാം ഹാളിൽ എക്സാം പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ എന്താ പറയുക, ഇത് എൻ്റെ പേപ്പർ തന്നെയാണോ, ഇത് +1 തന്നെയാണോ എന്നാണ് ഞാൻ ആദ്യം നോക്കിയത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചാപ്റ്റേഴ്സും വിട്ടിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ ചാപ്റ്റേഴ്സ് വിടുന്നതിൽ ലിമിറ്റ്സും വിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വെറുതെ ടൈം വേസ്റ്റായി പോയില്ല. പക്ഷെ ഉള്ളത് തന്നെ ഭയങ്കര ട്വിസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മാത്സിൽ 60ൽ 42, 43 ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഈ മാർക്സിൽ സാറ്റിസ്ഫൈഡ് ആണ്. എന്താ വെച്ചാൽ പറഞ്ഞാൽ കുറച്ചുകൂടി കൂട്ടണം, പക്ഷേ ഞാൻ ഇപ്രാവശ്യം ഞാനിതിൽ ഓക്കെയാണ്. എന്താ വെച്ചാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല 43 കിട്ടുമെന്ന്. എന്താ വെച്ചാൽ ഞങ്ങളുടെ ക്ലാസ്സിലാകെ 2 പേർക്ക് 40ന് മുകളിലുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് മാത്രമല്ല, ഓവറോൾ ക്ലാസ്സിൽ നല്ല കുറവാണ്. മാത്സിൽ കുറേ പേര് ഫെയിലായി. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു എന്താ പറയുക, ഓക്കെയാണ് മാർക്ക്. പക്ഷേ എനിക്ക് പബ്ലിക്കിൽ പേടിയുണ്ട്, മാത്സിൽ നല്ല പേടിയുണ്ട്. ഇങ്ങനെയാണെങ്കിൽ പേപ്പർ വെച്ച് എനിക്ക് അറിയില്ല. പിന്നെ ടീച്ചർ പറഞ്ഞു ഇതിൽ കുറേ തെറ്റായ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്തവർക്ക് അതിൻ്റെ ഫുൾ മാർക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. കഷ്ടകാലത്തിന് ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് ചെയ്തില്ല, തെറ്റായ ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് ചെയ്തില്ല. അത് അറ്റൻഡ് ചെയ്തിരുന്നു വെച്ചാൽ അതിന് മാർക്ക് കിട്ടുമെന്നാണ് ടീച്ചർ പറയുന്നത്. ഒറ്റ ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ അറ്റൻഡ് ചെയ്യാതെ എല്ലാം ആ ഉള്ളത് വെച്ച് എഴുതിയിട്ടാണ് ഈ മാർക്ക്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എ ഗ്രേഡ് എങ്ങനെയെങ്കിലും ഒപ്പിക്കാം മാത്സിൽ. പക്ഷേ A+ എടുക്കുമെന്ന് എനിക്കൊരു ഡൗട്ട്, അറിയില്ല. അപ്പോൾ ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞത് എല്ലാം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനാണ്. അപ്പോൾ ട്രൈ ചെയ്യാം. അറ്റൻഡ് ചെയ്യാൻ മാത്രം എനിക്ക് ശരിക്കും ടൈം കിട്ടിയില്ല. എനിക്ക് ഉള്ള ക്വസ്റ്റ്യൻസിന് ഫുൾ അറ്റൻഡ് ചെയ്യാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഫുൾ അറ്റൻഡ് ചെയ്യുക പറഞ്ഞാൽ അറിയില്ല. നമുക്ക് അടുത്തതിൽ കിടക്കാം. അടുത്തത് ഹിന്ദിയാണ്. ഹിന്ദിയിൽ 80ൽ 77, 77.5. പിന്നെ 18 78 ആയിട്ടാണ് ഇടുക. ഇതും എന്താ പറയുക, എവിടെയും ഗ്രാമർ മിസ്റ്റേക്ക് അങ്ങനത്തെ ഒന്നുമല്ല. എല്ലാ സ്ഥലത്തും ഈ ഡയറി, പിന്നെ ലെറ്റർ, പിന്നെ എന്തൊക്കെയുള്ള അവിടെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ 1.5 മാർക്ക് വെച്ച് ഇങ്ങനെ കുറച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. അല്ലാതെ ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കായിട്ട് മാർക്ക് അണ്ടർലൈൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഗ്രാമർ മിസ്റ്റേക്സ് അങ്ങനെ എന്തൊക്കെയോ പുതിയതായിട്ട് വന്നിട്ടുണ്ടല്ലോ, ഇതിലൊന്നും ഒരു തെറ്റുമില്ല. എല്ലാ ആൻസേഴ്സും ശരിയാണ്. എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ ഡയറി അതിലൊക്കെ 1.5 മാർക്ക് വെച്ച് കുറച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കെമിസ്ട്രി. എനിക്ക് എന്താ പറയുക, നമ്മൾ +1 എത്തിയതിന് ശേഷം ഓണം എക്സാം എഴുതിച്ചാലും ഗവൺമെൻറ്റിൻ്റെ എക്സാം ഞാൻ ആദ്യമായിട്ട് എഴുതിയതിൻ്റെ ഇതിൽ ഞാൻ വെറുതെ വിടുന്നുണ്ട്. കെമിസ്ട്രിയിൽ അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല, എന്നാലും കുഴപ്പമില്ല. എനിക്ക് കെമിസ്ട്രിയിൽ 49. ഇവിടെ +1 ഇട്ടിട്ടുണ്ട്, ഇവിടെ അരയുണ്ട്. അപ്പോൾ കെമിസ്ട്രിയിൽ എനിക്ക് 60ൽ 49, 49. അപ്പോൾ ഞാൻ എന്താ പറയുക, ഞാൻ കെമിസ്ട്രിയെ കുറിച്ച് പ്രത്യേകിച്ച് വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊന്നും നോക്കിയില്ല. മാത്സ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. മാത്സ്, സുവോളജി, ബോട്ടണി ഇതിലൊക്കെ ഞാനിങ്ങനെ മാർക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കെമിസ്ട്രി എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തില്ല. എനിക്ക് കെമിസ്ട്രിനെ കുറിച്ചൊന്നും പറയാനില്ല ശരിക്കും പറഞ്ഞാൽ. എന്നാൽ എടുക്കട്ടെ. ഇനി അടുത്തത് ബോട്ടണി ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താ വെച്ചാൽ ബോട്ടണിയാണ് ഞാൻ കുറേ ചാപ്റ്റേഴ്സ് വിട്ടു. ഞാൻ എല്ലാത്തിലും ചാപ്റ്റേഴ്സ് വിട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പഠിച്ച് തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എല്ലാത്തിലും ചാപ്റ്റേഴ്സ് വിട്ടു. ബോട്ടണിയിലാണ് ശരിക്കും പെട്ടത്. ഞാൻ ഒരു ഫോട്ടോസിന്തസിസിൻ്റെ ചാപ്റ്റർ ഉണ്ടല്ലോ, അതിന് 14 മാർക്ക് വരും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ മറ്റ് ചാപ്റ്റേഴ്സൊക്കെ വിട്ടു, ഫോട്ടോസിന്തസിസ് ഇരുന്ന് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചു. അതിന് ഒരു ക്വസ്റ്റ്യൻ പോലും വന്നില്ല. അപ്പോൾ ബോട്ടണി ഞാൻ എക്സാം ഹാളിൽ ശരിക്കും എനിക്കൊരു ഇതുണ്ടായിരുന്നു, എന്താ പറയുക, ഒരു സങ്കടം. അത്രയും വലിയൊരു ജാതി ചാപ്റ്റർ പഠിച്ചത് ഒരു ക്വസ്റ്റ്യൻ പോലും വന്നില്ലല്ലോ എന്ന്. സുവോളജി ഞാൻ ചാപ്റ്റേഴ്സ് വിട്ടു, എല്ലാ സബ്ജക്ട്സും ഞാൻ ചാപ്റ്റേഴ്സ് വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സുവോളജി അതൊക്കെ മാത്സ് അതൊക്കെ ഞാൻ വിചാരിച്ച പോലെ വെയിറ്റേജ് പോലെ തന്നെയാണ് വന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ബോട്ടണിയാണ് ശരിക്കും മറിഞ്ഞത്. എന്നാലും ഞാൻ പ്രതീക്ഷിക്കാത്ത മാർക്കാണ് ബോട്ടണി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ബോട്ടണിയിൽ 26 ഉണ്ട് 30ൽ. അപ്പോൾ 27 ആക്കിയിട്ടാണ് ഇടുക.
അപ്പോൾ 27 ഔട്ട് ഓഫ് 30, 27. അപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ല, അപ്പോൾ ഹാപ്പിയാണ് ഈ മാർക്സിൽ. ഞാൻ സുവോളജി ഒരു കുറച്ചുകൂടി ഞാൻ 29 പ്രതീക്ഷിച്ചു, സാരില്ല, ഒരെണ്ണം തെറ്റെന്നാണ് വിചാരിച്ചത്, 2 തെറ്റി. കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് എഴുതാനുള്ളതായിരുന്നു, തെറ്റിയതല്ല, കുറച്ചുകൂടി എഴുതാനായിരുന്നു പോയിൻറ്റ്സ്, അവിടെയാണ് മാർക്ക് കുറച്ചത്. അപ്പോൾ ബോട്ടണി ഒക്കെയാണ്. പിന്നെ ഇനി ഞാൻ ഇംഗ്ലീഷാണ് എടുക്കുന്നത്. ഇംഗ്ലീഷിൽ എനിക്ക് 80ൽ 73.5, 74 ഉണ്ട്, 74 ആക്കിയിട്ടുണ്ട്. ഈ എല്ലാത്തിലും ഒരു ഉണ്ട്, എല്ലാത്തിലും ഉണ്ട് അര വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും 47.5 ആണെങ്കിൽ 48 ആയിട്ട് അങ്ങനെയാണ് ഇടാറ്. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷിൽ 73.5, 74 ആണ്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഞാൻ എപ്പോഴും കുറച്ചുകൂടി പ്രതീക്ഷിച്ചു. എനിക്ക് 10th എനിക്ക് ഇംഗ്ലീഷിൽ നല്ല മാർക്സ് ഓണത്തിനും ക്രിസ്മസിനൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ 74 കുഴപ്പമില്ല. എല്ലാത്തിലും ഇതേപോലെ ഹിന്ദിയിൽ പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും അര മാർക്ക് വെച്ച് കുറച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ ഗ്രാമറൊക്കെ ഉണ്ട്, റിപ്പോർട്ട് സ്പീച്ച്, അങ്ങനെ അതിലൊന്നും ഒരു തെറ്റും വന്നിട്ടില്ല. എല്ലാ സ്ഥലത്തും ഇങ്ങനെ അര മാർക്ക് വെച്ച് കുറച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് കുഴപ്പമില്ല, ഒരു 76 ഒക്കെ ഓക്കെ, 75, 76 എന്നാലും കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്. ഇനി ഫിസിക്സ് എന്താ വെച്ചാൽ 5 ദിവസം ലീവ് കിട്ടിയിട്ട് ഞാൻ ആദ്യത്തെ 2 ദിവസം ഞാൻ സുവോളജി ബോട്ടണിയാണ് പഠിച്ചത്, പിന്നെ ബാക്കിയുള്ള 3 ദിവസം ഫിസിക്സാണ് പഠിച്ചത്. അപ്പോൾ ഫിസിക്സ് എന്താ വെച്ചാൽ എനിക്ക് അവസാനം ആകുമ്പോഴേക്കും അറിയാലോ, ഈ ടൈം ടേബിൾ ഗംഭീരമായിരുന്നു. അവസാനം ആകുമ്പോഴേക്കും മടുത്തു, പഠിക്കാനേ വയ്യ എന്നുള്ള പോലെയായി. അപ്പോൾ ഫിസിക്സിൽ ഞാൻ ചാപ്റ്റേഴ്സ് വിട്ടു. ഞാൻ 3 ചാപ്റ്റേഴ്സൊക്കെ വിട്ടു തോന്നുന്നു. 3ാമത്തെ ചാപ്റ്റർ ഞാൻ അവസാനം എക്സാമിൻ്റെ അന്ന് രാവിലെ എണീറ്റിട്ട് എങ്ങനെയൊക്കെ നോക്കി. ബാക്കി ശരിക്കും വിട്ടത് 2 ചാപ്റ്റേഴ്സ്, ഒന്ന് സിസ്റ്റമായിരുന്നു, പിന്നെ ഗ്രാവിറ്റേഷൻ. പിന്നെ മറ്റേത് രാവിലെ എണീറ്റ് പഠിച്ചതാണെങ്കിലും വലിയ കാര്യങ്ങളുണ്ടായി. അതിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ തെറ്റിക്കുകയും ചെയ്തു. അപ്പോൾ അതിനൊരു മാർക്ക് കിട്ടി ഒരെണ്ണത്തിൽ. എന്നാലും ഫിസിക്സ് എന്താ പറയുക, ചാപ്റ്റേഴ്സ് വിട്ടു. പിന്നെ ഉള്ളത് അവസാനത്തെ ക്വസ്റ്റ്യനൊക്കെ കുറച്ച് ട്വിസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ കുറച്ചുകൂടി മാങ്ങായിരുന്നു. ഞാൻ ഫിസിക്സിൽ എനിക്ക് 47.5 ഔട്ട് ഓഫ് 60, 47.5, 60, അപ്പോൾ 48. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ. ഇനി ഓണം എക്സാം റിസൾട്ടിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാം, തീർത്ഥാസ് വ്ളോഗ്സ് എന്നാണ് ഇൻട്രോയിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തത് 9-ലാണല്ലോ. അപ്പോൾ ആ സമയം ഞാൻ തീർത്ഥാസ് വ്ളോഗ്സ് എന്നാണ് പേരിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ജനുവരി തൊട്ടിട്ടാണ് റെഗുലറായി ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ നെയിം മാറ്റി ലോൺലി ലൂണാർന്നാക്കി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.